ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഒരു വോയിസ് ആഡ് ആയിട്ട് എൻ്റെ വാട്സപ്പിലൊക്കെ വന്നൊരു വീഡിയോ മെസ്സേജായിരുന്നു ഇത്. മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു ഫോട്ടോ ആണത്. അതിൻ്റെ അടിക്കുറിപ്പ്, അതിൻ്റെ മുകളിൽ എഴുതിയ അറബി വാക്ക് നോക്കൂ. എന്താ എഴുതിയത്? ദഹബൽ ളുയൂഫു വബക്കിയൽ ലഹൽ. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയോ? അതിഥികളെല്ലാം തിരിച്ചുപോയി, കുടുംബക്കാർ ബാക്കിയായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ റമളാനിൽ മാത്രമാണോ അതിഥികളായി പള്ളിയിൽ പോകേണ്ടത്? റമളാനിലെല്ലാം പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരു അംശം പോലും ഇപ്പോൾ പള്ളികളിൽ ആളുകൾ എത്തുന്നില്ല എന്നതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം. നമ്മളെല്ലാം പള്ളിയിലെ അതിഥികളാവാതെ പള്ളിയിലെ അഹ്ലുകാരാക്കി അല്ലാഹു തആല നമ്മയെല്ലാം മാറ്റിത്തരട്ടെ. റമളാനിൽ പള്ളിയിലേക്ക് പോവാനുള്ള ഉത്സാഹവും ഉന്മേഷവും എല്ലാവർക്കും കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ സമയവും റമളാനിന് മാത്രം പ്രത്യേകത നൽകാതെ എല്ലാ സമയവും അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദ് നമ്മളെയും കാത്ത് അവിടെ നിലകൊള്ളുന്നുണ്ട്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി പള്ളികൾ നിലകൊള്ളുന്നു. അള്ളാഹുവിൻ്റെ വീടുകൾ എന്ന് പറയാവുന്നത് എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് മസ്ജിദുകളാണ്. നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള പള്ളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള പള്ളികളും ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടികളുമാകുന്നെന്ന്. പള്ളിയുമായി ബന്ധം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യന് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുന്നതാണ്. പരലോകത്ത് മഹ്ശറയിൽ സൂര്യൻ തലക്ക് മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും, അർഷിൻ്റെ തണൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഹൃദയം എല്ലാ സമയവും പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ. പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നയാൾക്ക് അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വെച്ചുള്ള എല്ലാ ആരാധനകളിലും നന്മകളിലും പങ്കെടുക്കുക, പള്ളിയെ സംരക്ഷിക്കുക, അവിടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ നോക്കി നടത്തുക. പള്ളിയുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്കുള്ള പരമപ്രധാനമായ ബാധ്യത 5 നേരത്തെ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നതാണ്. പള്ളിയുമായുള്ള ആത്മബന്ധം കാത്തുസൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.